എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ എല്ലാവർക്കും മഹിളാ ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. 2025 മഹിളാ ദിനത്തിന് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നെതർലാൻഡിലെ ടിൽബർഗ് സിറ്റിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതിന് വേണ്ടി പോയിരിക്കുന്നത്. ഇവിടെ റെസ്റ്റോറൻറ്റുകളിൽ നേരത്തെ തന്നെ റിസർവേഷൻ എടുത്തിട്ട് വേണം പോകാൻ എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഞങ്ങൾ റിസർവേഷൻ എടുക്കാതെയാണ് പോയത്. ഞങ്ങൾക്ക് അങ്ങനെ സീറ്റ് കിട്ടിയില്ല, കാരണം എല്ലാം ഫുള്ളായിരുന്നു. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് സീറ്റ് കിട്ടി. വളരെ നന്നായിട്ട് അലങ്കരിച്ച ഒരു റെസ്റ്റോറൻറ്റാണ്. പുറത്ത് റെസ്റ്റോറൻറ്റിൻ്റെ പരിസരം നിറയെ ആളുകളാണ്. കാരണം കാലാവസ്ഥ വളരെ നന്നായിരിക്കുന്നത് കൊണ്ട് ആളുകളെല്ലാം ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ എനിക്ക് വീഡിയോയിൽ പകർത്തുവാൻ സാധിച്ചിട്ടില്ല, കാരണം ഇവിടുത്തെ നിയമങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് ഞാൻ പകർത്തിയിട്ടുള്ളൂ. ആളുകൾ കാലാവസ്ഥ നല്ലതുള്ള ദിവസങ്ങളിൽ വീട്ടുകാരും കൂട്ടുകാരുമെല്ലാം ഒത്ത് പുറത്തു വരികയും റെസ്റ്റോറൻറ്റുകളിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയും ഒരുപാട് നേരം സംസാരിച്ചിരുന്ന് അവർ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഭക്ഷണമെല്ലാം ഓർഡർ ചെയ്തു. പക്ഷേ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കിട്ടുന്നതിന് വേണ്ടി. ഇവിടെ അങ്ങനെയാണെന്നാണ് പറയുന്നത്. കാരണം ആരും ഓടി വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഓടി പോകാറില്ല. വളരെയധികം സമയമെടുത്ത് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് നന്നായി സംസാരിച്ച് ആ ദിവസവും ആ സമയമെല്ലാം നന്നായി എൻജോയ് ചെയ്തിട്ടാണ് അവർ പിരിയുന്നത്. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണവും ജ്യൂസും എല്ലാം ഞങ്ങൾ കഴിച്ചു. കുറേ നേരം ഞങ്ങളും സംസാരിച്ച് സന്തോഷമായിട്ട് ഈ ദിവസം ഞങ്ങൾ പങ്കുവച്ചു. അവിടെ ഞങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ദിവസം ഇന്ന് ആഘോഷിച്ചത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത കാണുന്നത്, ഇവിടെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളാണ് കൂടുതൽ പേരും ജോലി ചെയ്യുന്നത്. അവർ സപ്ലൈ ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ ആക്റ്റീവായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഭക്ഷണമെല്ലാം കഴിച്ച് പുറത്തിറങ്ങി. റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ ഇവിടെ നെതർലാൻഡിലെ ഒരു രാജാവിൻ്റെ പ്രതിമയുമുണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോയി. മഹിളാ ദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മകൻ രാവിലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്തു. മോള് ചിക്കൻ ബിരിയാണിയും ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ഡിന്നറിന് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എല്ലാം കഴിച്ചു വളരെയധികം സന്തോഷത്തോടെ ഈ ദിവസം ഞങ്ങൾ ആഘോഷിച്ചു. അങ്ങനെ 2025 മഹിളാ ദിന ആഘോഷം നെതർലാൻഡിൽ വെച്ച് നടത്തുവാനായിട്ട് സാധിച്ചു. ഇവരുടെ പ്രിപ്പറേഷനൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാം റെഡിയാക്കി കഴിച്ച് ഈ ദിവസം സന്തോഷപൂർവ്വം ആഘോഷിച്ചു. എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.